കേരള പോലീസിനെ നാണക്കേടിലാക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് സീനിയർ ഉദ്യോഗസ്ഥനെ ജൂനിയർ പോലീസുകാരൻ തല്ലിയ സംഭവം വിവാദമായതിനു പിന്നാലെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഡ്യൂട്ടിക്കിടെ CIA കയ്യേറ്റം ചെയ്ത വിവരം പുറത്തുവന്നു. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുമ്പോഴായിരുന്നു നാടകീയമായ ഈ സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ SI കൃഷ്ണമോഹൻ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് തിരുവല്ല പോലീസ് കേസെടുത്തത്. പ്രധാനമന്ത്രി വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് പത്തനംതിട്ട കൊടുമൺ CIA SIയും സംഘവും ചേർന്ന് കയ്യേറ്റം ചെയ്തത്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും കൊടുമൺ CIയുടെ നെയിം പ്ലേറ്റ് വലിച്ചു കീറുകയും ചെയ്തു എന്നാണ് പരാതി. ആക്രമണം നടത്തുമ്പോൾ SIയും സംഘവും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ആരോപണം. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടന്ന മറ്റൊരു തല്ലുകേസിൽ താക്കീതുകൾ നൽകി നടപടിക്രമങ്ങൾ പുരോഗമിക്കവെയാണ് പോലീസിന്റെ അച്ചടക്കത്തെ ചോദ്യം ചെയ്യുന്ന പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജില്ലാ അതിർത്തികൾക്ക് പുറത്താണെങ്കിലും തിരുവനന്തപുരം സിറ്റി പോലീസിലെ ഉദ്യോഗസ്ഥർ പ്രതികളായതോടെ സംഭവം സിറ്റി പോലീസ് ആസ്ഥാനത്തും വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതുമില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് അതീവ ജാഗ്രത വേണ്ട സമയത്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ജൂനിയർ ഉദ്യോഗസ്ഥൻ തന്നെ പരസ്യമായി ആക്രമിച്ചത് വലിയ സുരക്ഷാ വീഴ്ചയായും അച്ചടക്ക ലംഘനവുമായാണ് കാണുന്നത്. കൃഷ്ണമോഹനെതിരെ വകുപ്പുതല നടപടികൾക്കും ശുപാർശയുണ്ട്. പോലീസിലെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോരും മദ്യപാനവും സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്നുവെന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരിപാടി തുടങ്ങിയാൽ ആരെയും പുറത്തേക്ക് വിടാറില്ല. ഈ സമയം SI പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് CI അനുവദിച്ചില്ല. ഇതാണ് സംഘർഷമായത്. മാത്രമല്ല മദ്യലഹരിയിലായിരുന്നു ഈ പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു, മാത്രമല്ല നെയിം പ്ലേറ്റ് സഹിതം വലിച്ചു കീറി കയ്യേറ്റം ചെയ്യുകയായിരുന്നു. 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ട, സുരക്ഷാ സംവിധാനങ്ങൾ അത്രത്തോളം പാലിക്കേണ്ട പോലീസുകാർക്കിടയിലാണ് ഇത്തരത്തിലുള്ള നാടകീയമായ സംഭവങ്ങൾ പുറത്ത് അരങ്ങേറിയത്. ഈ സംഭവം വളരെ വിവാദമായി മാറുകയും ചെയ്തു. കേരള പോലീസിനെ തന്നെ നാണക്കേടിലാക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ തുടരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സേനയ്ക്കകത്തുള്ളത്.